D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് പെറ്റ്സുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളിൽ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പർക്ക് വീഡിയോസ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ്. വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് ഇതേപോലെ മിനിമം 20 to 30 സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക. യാതൊരുവിധ ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് പെറ്റ്സ് വന്നിരിക്കുന്നത് പിറ്റ്ബുള്ളിൻ്റെ മെയിൽ പപ്പീസ് മാത്രമാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ. ഫാദറിൻ്റെയും മദറിൻ്റെയും ഫോട്ടോ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഒരു പപ്പിക്കായിട്ട് ചോദിക്കുന്നത് 6000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. പിറ്റ്ബുള്ളിൻ്റെ മെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല മാർക്കിങ്ങും നല്ല ഇതൊക്കെയുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത്. വൈറ്റ് ആൻഡ് നല്ല അടിപൊളി കളേഴ്സാണ് വന്നിരിക്കുന്നത്. പിറ്റ്ബുള്ളിൻ്റെ മെയിൽ പപ്പീസ് നല്ല ഗാർഡിങ് ഡോഗൊക്കെ ആയിട്ട് എടുക്കാൻ നല്ല പറ്റിയ ബ്രീഡാണ് പിറ്റ്ബുള്ള്. അപ്പോൾ അതിൻ്റെ നല്ല അടിപൊളി മെയിൽ പപ്പീസിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സീരിയൽ നമ്പറും സ്ഥലവും അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്കാണ് അതിൻ്റെ കറക്റ്റ് സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കൊത്തുമുട്ടകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. നാടൻ കോഴിയുടെ കൊത്തുമുട്ടയും അതേപോലെ തന്നെ ടർക്കിയുടെ കൊത്തുമുട്ടയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരമാണ് പ്രോപ്പർ പ്ലേസ് വന്നിരിക്കുന്നത്. തനി നാടൻ കോഴിയുടെ കൊത്തുമുട്ടകൾക്ക് പീസ് റേറ്റ് 10 രൂപയാണ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ ടർക്കിയുടെ നല്ല അടിപൊളി റിസൾട്ടുള്ള കൊത്തുമുട്ടകൾക്ക് 30 രൂപയാണ് ടർക്കി കോഴിയുടെ മുട്ടയുടെ റേറ്റ് വരുന്നത്. റിസൾട്ടുള്ള മുട്ടകളാണ് അവിടെ കൊത്തിച്ചിറങ്ങിയ കുഞ്ഞുങ്ങളാണ് തോന്നിയിരിക്കുന്നത്. 30 രൂപയാണ് ടർക്കിയുടെ മുട്ട, നാടൻ കോഴിയുടെ 10 രൂപയും. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് എറണാകുളത്ത് നിന്നാണ് അമേരിക്കൻ പുള്ളിയുടെ XXL ഒരു ഫീമെയിൽ പപ്പിയാണ്. ഫാദറിൻ്റെ ഫോട്ടോയാണ് നമ്മൾ ഫസ്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് പപ്പിയാണ്, ഫീമെയിൽ പപ്പി. അമേരിക്കൻ പുള്ളി XXL ഫീമെയിൽ ഒരു പപ്പി മാത്രം കൊടുക്കാനുള്ളൂ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 9000 രൂപയാണ്. 9000 ആണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് ഫീമെയിൽ പപ്പിയുടെ റേറ്റ്. അപ്പോൾ അമേരിക്കൻ പുള്ളിയുടെ XXL പപ്പീസിനൊക്കെ അന്വേഷിച്ചെടുക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. 9000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ ഫീമെയിലിന്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് പ്രാവുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. മുഖി, ചൈനീസ് ഔള്, അങ്ങനെ കുറച്ച് 17 പ്രാവുകൾ 4500 രൂപയാണ് റേറ്റ് ചോദിക്കുന്നത്. ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. 17 പ്രാവുകൾ 4500 രൂപയാണ് റേറ്റ് ചോദിക്കുന്നത്. അപ്പോൾ പെറ്റ്സിൻ്റെ മേഖലയൊക്കെ ഒരുപാട് ബ്രീഡേഴ്സ് ഉണ്ട്. അപ്പോൾ ബ്രീഡർമാർക്കൊക്കെ ഒരുപാട് ഉപകരിക്കുന്നു വിചാരിക്കുന്നു. നമ്മുടെ യൂട്യൂബ് ചാനൽ യാതൊരുവിധ ചാർജുകളും വാങ്ങാതെ നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ബ്രീഡർമാർക്ക് ഉപകാരപ്പെടുന്നത് ഡയറക്റ്റ് നിങ്ങളുടെ പെറ്റ്സിനൊക്കെ സെയിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇടനിലക്കാരെ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് ബ്രീഡർമാർ തന്നെ പെറ്റ്സിനെ സെയിൽ ചെയ്യുമ്പോൾ അവർക്ക് നല്ലൊരു വരുമാനം അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. പെറ്റ്സിനെ വാങ്ങുന്നവർക്കായാലും നല്ല റേറ്റ് കുറവിന് ബ്രീഡർമാരിൽ നിന്ന് പെറ്റ്സിനെ വാങ്ങാനും പറ്റുന്നതായിരിക്കും. നല്ലൊരു ഇതാണ് ബ്രീഡർമാരെ സംബന്ധിച്ചും അതേപോലെ പെറ്റ്സിനെ വാങ്ങുന്നവരെ സംബന്ധിച്ചും നല്ലൊരു കാര്യമാണ് അത്. ബ്രീഡർമാർക്ക് ഡയറക്റ്റ് സെല് ചെയ്യുമ്പോൾ പെറ്റ്സിൻ്റെ നല്ലൊരു എമൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് 17 പ്രാവുകൾ 4500 രൂപ. ചൈനീസ് ഔളുണ്ട്, അതേപോലെ തന്നെ മുഖികളുണ്ട്, പിന്നെ വീഡിയോയിൽ കാണുന്ന പ്രാവുകൾ. അങ്ങനെ മൊത്തം 17 പ്രാവുകളാണ് ഉള്ളത് കൊടുക്കാനുള്ളത്. 4500 രൂപയാണ് ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ല അടിപൊളി പ്രാവുകളാണ് വന്നിരിക്കുന്നത്. മുദീനയുണ്ട്, ചൈനീസ് ഔൾ, മുദീന, മുഗി. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ലാബിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ലാബിൻ്റെ പപ്പീസ്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 3 മെയിൽ പപ്പീസും 3 ഫീമെയിൽ പപ്പീസാണ് കൊടുക്കാനുള്ളത്. 6 പപ്പീസ് കൊടുക്കാനുണ്ട്. ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ബൾക്കായിട്ട് എടുക്കാവുന്നതാണ്. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 6000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ല അടിപൊളി
പെറ്റായിട്ട് വളർത്താൻ പറ്റിയ ലാബിൻ്റെ പപ്പീസ്. അപ്പോൾ ലാബിൻ്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി പപ്പീസ്, നല്ല അടിപൊളി പെറ്റ്സൊക്കെയാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്ത് കുറ്റിക്കാടാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങൾ 1 മാസം കഴിഞ്ഞതാണ്. 120 രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത്. ഒരുമിച്ച് എടുക്കണമെങ്കിൽ റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. നാടൻ കോഴിയുടെ പുള്ളിക്കോഴിയുടെ കുഞ്ഞുങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ നല്ല അടിപൊളി നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങൾ. പീസ് റേറ്റ് 120 രൂപ. ഒരുമിച്ച് എടുക്കണമെങ്കിൽ റേറ്റൊക്കെ അഡ്ജസ്റ്റബിൾ ആണ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അടുത്ത നമുക്ക് കോഴിക്കോട് നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഡോബർമാൻ്റെ മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. 5 മാസം പ്രായമായിട്ടുള്ള മെയിൽ പപ്പി. ഇതിന് ചോദിക്കുന്ന റേറ്റ് 7500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. കോഴിക്കോടാണ് ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഡോബർമാൻ്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ്. മെയിൽ പപ്പി 7500 രൂപയാണ് വരുന്നുള്ളൂ. ലോ ബഡ്ജറ്റിൽ പപ്പീസിനെ എടുക്കാൻ അന്വേഷിക്കുന്നവർക്കൊക്കെ നല്ല അടിപൊളി പപ്പിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗാർഡിങ്ങിനൊക്കെ നല്ല അടിപൊളി ഡോഗാണ് ഡോബർമാൻ. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനായിട്ട് അഴിച്ചിട്ട് വളർത്താവുന്നതാണ് ഡോബർമാൻ എന്ന ബ്രീഡ്. അടുത്തായിട്ട് നമുക്ക് ഫ്രീ അഡോപ്ഷനാണ് വന്നിരിക്കുന്നത്. കോട്ടയം പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോട്ടയം മണർക്കാടാണ്. പള്ളിയുടെ അടുത്താണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 2.5 വയസ്സ് പ്രായമുള്ള സ്റ്റഡ് മെയിലാണ്. നല്ല ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി ഉള്ള സ്റ്റഡ് മെയിലാണ് വന്നിരിക്കുന്നത്. ഫ്രീ അഡോപ്ഷൻ. അപ്പോൾ ഇത് അവർ വീട് മാറുന്നതുകൊണ്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിനെ നന്നായി വളർത്താൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ്. നല്ല ഹെയർ ക്വാളിറ്റി ഒക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഒന്ന് ട്രിം ചെയ്തിട്ടേക്കാണ്. അപ്പോൾ നല്ല അടിപൊളി സ്റ്റഡ് മെയിലാണ്. സ്റ്റഡ് ചെയ്യുന്ന മെയിലാണ് വന്നിരിക്കുന്നത്. നല്ല റിസൾട്ടൊക്കെ ഉള്ള സ്റ്റഡ് മെയിൽ. ഫ്രീ അഡോപ്ഷനാണ്. അപ്പോൾ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ്. ഡയറക്റ്റ് ചെന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളി ഫ്രീ അഡോപ്ഷൻസ്, അതേപോലെ പെറ്റ്സിനെയൊക്കെ നോക്കാൻ പറ്റാണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. പിറ്റ്ബുള്ളിൻ്റെ ഒരു നല്ല അടിപൊളി ഒരു പപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. പിറ്റ്ബുള്ളിൻ്റെ പപ്പി. അപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 10,000 ആണ്. 10,000 രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ എടുക്കാൻ പിറ്റ്ബുള്ളിൻ്റെ നല്ല അടിപൊളി പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ. അടുത്തായിട്ട് നമുക്ക് ലവ് ബേഡുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഒരുപാട് ലവ് ബേഡുകൾ കൂടെ കൊടുക്കാനുണ്ട്. ബ്രീഡിംഗ് പെയറുകൾ, അഡൽട്ട്, സെമി അഡൽട്ടൊക്കെ. അപ്പോൾ നല്ല അടിപൊളി കളേഴ്സൊക്കെയാണ് വന്നിരിക്കുന്നത്. വയനാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. പീസ് റേറ്റ് 100 രൂപയാണ് ചോദിക്കുന്നത്. ഒരു ലവ് ബേഡിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 100 രൂപ. അതിൽ ഫുൾ യെല്ലോ ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി കളേഴ്സൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വയനാടാണ്. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല. ഡയറക്റ്റ് ചെന്ന് കളക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് നമ്മൾ. അടുത്തായിട്ട് നമുക്കൊരു ക്യാറ്റാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അഡൽട്ട് ക്യാറ്റ്, 1 വയസ്സും 3 മാസം പ്രായമുള്ളത്. വാക്സിനേഷനൊക്കെ എടുത്തതാണ്. ഓഡയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മെയിൽ ക്യാറ്റിൻ്റെ സെമി പഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മെയിൽ ക്യാറ്റിന് ചോദിക്കുന്ന റേറ്റ് 4000 രൂപയാണ് ഈ ക്യാറ്റിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പട്ടാമ്പിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 4000 രൂപയാണ് റേറ്റ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വാക്സിനേഷൻ എടുത്തിട്ടുള്ള അഡൽട്ട് മെയിൽ ക്യാറ്റ് സെമി പഞ്ച്. അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യുന്നതിൽ 75% ആളുകൾക്കും സെയിൽ നടക്കുന്നുണ്ട്. നല്ല പോസിറ്റീവ് റിപ്ലൈയാണ് എല്ലാവരും നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സെയിൽ പോസ്റ്റ് വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പർക്ക് വീഡിയോസും റേറ്റ് ഡീറ്റെയിൽ, പെറ്റ്സിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. യാതൊരുവിധ ചാർജുകളും വാങ്ങാതെ നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരുപാട് നല്ല അടിപൊളി പെറ്റ്സുകൾ നല്ല റേറ്റ് കുറവിനും അതേപോലെ ഫ്രീ അഡോപ്ഷനുകളും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് മാക്സിമം. അപ്പോൾ പെറ്റ്സിനെയൊക്കെ വാങ്ങാനും താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ കാണാവുന്നതാണ്. നല്ല റേറ്റ് കുറവിനും ഓഫറിലൊക്കെ പെറ്റ്സുകൾ ഒരുപാട് വരുന്നുണ്ട്.
മാക്സിമം ഡെയിലി 2 വീഡിയോസ് നമ്മൾ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. കാലത്തും വൈകിട്ടായിട്ട് 2 വീഡിയോസ് മാക്സിമം ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സൊക്കെ പെറ്റ്സിനെ വളർത്തുന്നത് അല്ലെങ്കിൽ നല്ല ബ്രീഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ പാസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും. ഈ പെറ്റ്സിൻ്റെ മേഖലയിൽ നിൽക്കുന്നവർക്ക് ബ്രീഡേഴ്സായാലും അതേപോലെ തന്നെ മറ്റൊരുക്കായാലും ഒരുപാട് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സെയിൽ പോസ്റ്റ് വീഡിയോസ് പെറ്റ്സിൻ്റെ മേഖലയിൽ നല്ല ഇനി സെയിൽ നടക്കുന്ന ടൈമാണ്. ഇനിയിപ്പോൾ സ്കൂളുകളൊക്കെ പൂട്ടി, അപ്പോൾ പെറ്റ്സിൻ്റെ മേഖല നല്ല സെയിൽ നടക്കുന്നൊരു ടൈമാണ് ഇനി. അപ്പോൾ മാക്സിമം സെയിൽ ചെയ്യാനുള്ള പെറ്റ്സിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.